കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധ മാർച്ച്. മുൻ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് C.K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സെക്രട്ടറിമാർ ശ്രീ എം സുരേഷ്, ടി വി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രമ്യ മുരളി, ശ്രീ ടി.പി. സുരേഷ്, മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, കോഴിക്കോട് കോർപ്പറേഷനെതിരെ തുടർ സമരത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പഞ്ചദിന മാർച്ചിന്റെ 3-ാം ദിവസമാണ് ഇന്ന് ഈ കോർപ്പറേഷന് മുന്നിലേക്കുള്ള പ്രതിഷേധ സമരം എത്തിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ രൂപീകൃതമായത് മുതൽ ഇങ്ങോട്ട് നീണ്ട 63 വർഷക്കാലം അവഗണനയുടെയും വഞ്ചനയുടെയും കഥ മാത്രമാണ് കോഴിക്കോട് നഗരത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം കോർപ്പറേഷനുകളും ഓരോ ദിവസവും വികസനത്തിൽ നിന്ന് പുതിയ അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം വികസന മുരടിപ്പിന്റെ പര്യായമായി രാജ്യത്ത് തന്നെ എടുത്തു കാട്ടപ്പെടുകയാണ്. നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കുമ്പോഴും ആ പിന്തുണ പോലും സ്വീകരിക്കാൻ തയ്യാറാകാതെ ഒരുപറ്റം കൊള്ള സംഘങ്ങളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്ന് ഈ കോഴിക്കോട് കോർപ്പറേഷൻ എന്തെങ്കിലും നേട്ടങ്ങൾ എടുത്തു പറയാനുണ്ടെങ്കിൽ അത് ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്. ഓരോ കേന്ദ്ര പദ്ധതികൾ വരുമ്പോൾ കേരളത്തിലെ മന്ത്രിമാർ മത്സരമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ. കേന്ദ്രത്തിന്റെ ഒരു മന്ത്രിമാരെ അറിയിക്കില്ല, കേന്ദ്രത്തുമായി ബന്ധപ്പെട്ട MP-മാരെ അറിയിക്കില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്റ്റേറ്റ് വെണ്ടർ വലിയ കെട്ടിഘോഷിച്ച ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ആരും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി ദീൻദയാൽ അന്ത്യോദയ യോജന പ്രകാരം നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ നേതൃത്വത്തിൽ, അതായത് NULM-ന്റെ നേതൃത്വത്തിൽ 240 കോടി രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടി 90 എണ്ണം കൊടുത്തിട്ടുള്ളത്. അതിൽ കേരള ഗവൺമെന്റിന്റെ പങ്കെന്ന് പറയുന്നത് 1,05,00,000. 1 കോടി 5 ലക്ഷം കേരളം, 240 കോടി കേന്ദ്രം. ഇതാണ് ഈ പദ്ധതി. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇന്ന് കോഴിക്കോട് നിവർന്നു നിൽക്കുന്നത് നരേന്ദ്രമോദിജിയുടെ പിന്തുണ കൊണ്ടാണ്. ഈ നഗരത്തിലെ സാധാരണക്കാരന് വേണ്ടി 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നരേന്ദ്രമോദി സ്ഥാപിച്ചു. ഇത് ഉദ്ഘാടനം ചെയ്യാൻ MP രാജേഷും മുഹമ്മദ് റിയാസും ബഹുമാനപ്പെട്ട മേയറൊക്കെ ഇങ്ങനെ മത്സരിക്കുകയാണ്. 100% ഫണ്ടും നരേന്ദ്രമോദിജി കൊടുത്ത് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡിനും കൂടി 3 വാർഡുകൾക്കൊന്ന് എന്നുള്ള നിലയിൽ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കൊടുത്തു. അമൃത നഗരം പദ്ധതിയാണ് ഇന്ന് ഈ കോർപ്പറേഷന്റെ വികസനത്തിന്റെ